നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെയും വാട്സപ്പ് നമ്പറിലൂടെയും നിരവധി പേർ സംശയം ഉന്നയിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകളെ എങ്ങനെ തിരിച്ച് ഫോണിലേക്ക് റിക്കവർ ചെയ്യാം, തിരിച്ചു കൊണ്ടുവരാമെന്ന്. സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും മറ്റും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകൾ റീസൈക്കിൾ ബിൻ എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്ക് മാറ്റപ്പെടാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് അവയെ ആ റീസൈക്കിൾ ബിൻ എന്ന ഫോൾഡറിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്നാൽ സോഫ്റ്റ്വെയർ രംഗത്ത് ഇത്രയധികം വികാസം പ്രാപിച്ചിട്ടും നമ്മുടെ മൊബൈലിൽ, ആൻഡ്രോയിഡ് മൊബൈലുകളിൽ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ അവയെ സാധാരണഗതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നും അബദ്ധത്തിൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന 2 ആപ്ലിക്കേഷനുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യത്തെ ആപ്ലിക്കേഷൻ ഡംസ്റ്റർ എന്നാണ്. അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്. ഡംസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക. DUMPSTER ഡംസ്റ്റർ എന്ന് സെർച്ച് ചെയ്തിട്ട് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ്. അത് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ഇൻട്രോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇതുപോലെയാണ് സാധാരണ കാണുന്നത്. അതിനകത്ത് കാണിക്കുന്നു ഡംസ്റ്റർ ഈസ് എംപ്റ്റി. അതിനകത്തിപ്പോൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളൊന്നും ഇല്ല. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നും ഞാനൊരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഗാലറിയിൽ ചെന്നിട്ട് ഞാനൊരു പിക്ചർ ഡിലീറ്റ് ചെയ്യുന്നു. ഈ കാണുന്ന പിക്ചർ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗാലറിയിൽ നിന്നും ആ പിക്ചർ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തു. അത്തരത്തിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഈ ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ആ ഡിലീറ്റ് ചെയ്ത ഫയൽ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഫയലിനെ പിന്നീട് നമുക്ക് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതുപോലെ ആ റീസ്റ്റോർ ചെയ്യേണ്ട ഫയലിൽ താഴെ റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഫയൽ റീസ്റ്റോർ ചെയ്തു. നമ്മൾ ഇനി ഗാലറിയിൽ ചെന്ന് ആ ഫയൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമ്മൾ ആ ഫയൽ നേരത്തെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്ഥലത്തേക്ക് റീസ്റ്റോർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ റീസൈക്കിൾ ബിൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഇവിടെയും ചെയ്യുന്നത്. അതായത് ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലെ ഏതെങ്കിലും ഫയലുകൾ ഡിലീറ്റ് ചെയ്താൽ അത് ടെമ്പററി ആയിട്ട് ഡംസ്റ്ററിൽ ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്യാം. ഇതാണ് ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. എന്നാൽ ഡംസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്തു പോയ ഫയലുകളെ തിരിച്ചെടുക്കാൻ ഈ ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പര്യാപ്തമല്ല. അതിന് രണ്ടാമത് മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നു. ഡിസ്ക് ഡിഗ്ഗർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഡിസ്ക് ഡിഗ്ഗർ. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ട ആപ്ലിക്കേഷൻ ഡംസ്റ്റർ ആയിരുന്നുവെങ്കിൽ ഇനി പരിചയപ്പെടുന്നത് ഡിസ്ക് ഡിഗ്ഗർ. തമ്മിലുള്ള വ്യത്യാസം, ഡംസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫയലുകൾ, ഡിലീറ്റ് ചെയ്തു പോയ ഫയലുകളെ റീസ്റ്റോർ ചെയ്യാൻ ഡംസ്റ്ററിന് സാധ്യമല്ല. എന്നാൽ ഡിസ്ക് ഡിഗ്ഗർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളുടെ മൊബൈലിൽ നിന്നും നേരത്തെ ഡിലീറ്റ് ചെയ്തു പോയ ഫയലുകളെയും നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ ഡിസ്ക് ഡിഗ്ഗർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കൂടി പരിചയപ്പെടാം. ഡിസ്ക് ഡിഗ്ഗർ പ്രോ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പച്ച ബട്ടൺ കാണും, ഡൗൺലോഡ് എന്ന് എഴുതി. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണിക്കും, പ്രശ്നമൊന്നുമില്ല, ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയ ശേഷം ആ ലിങ്ക്, ആ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലൊരു മെസ്സേജ് കാണിക്കും. അതായത് ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ല നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഒരു പ്ലേ സ്റ്റോറിന് പുറത്ത് നിന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ അൺനോൺ സോഴ്സസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ ചെക്ക് ബോക്സിൽ ടിക്ക് കൊടുത്ത് ഓക്കെ കൊടുത്തിരിക്കണം. ഇത് നിങ്ങൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് പുറത്തു നിന്നൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ കാണിക്കൂ. അതല്ല നേരത്തെയും പ്ലേ സ്റ്റോറിന് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കാണിക്കില്ല. നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തു പോകാം. അപ്പോൾ നമ്മൾ ആ അൺനോൺ സോഴ്സസ് എന്ന് പറയുന്ന ആ ടിക്ക് നമ്മൾ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയത് നമ്മുടെ ഫോണിലെ
ഫയൽ സിസ്റ്റത്തിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും. അതിന് നിങ്ങളുടെ ഫോണിലെ ഫയൽ സിസ്റ്റം കാണുന്ന ആപ്ലിക്കേഷൻ മൈ ഫയൽസ് എന്നായിരിക്കും സാംസങ് ഫോണുകളിൽ, അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽ സിസ്റ്റത്തിലെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിൽ എത്തിച്ചേരുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ APK ഫയൽ ഡിസ്ക് ഡിഗർ പ്രോ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയത് കാണാം. അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കേണ്ടി വരും. ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ഫോൺ റൂട്ട് ചെയ്ത ഫോണാണ്, അതുകൊണ്ട് ഇവിടെ ഗ്രാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ അവിടെ ചോദിക്കില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിനകത്ത് നമ്മളുടെ ഫോൺ റൂട്ട് ചെയ്യാത്ത ഫോണാണെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ചിത്രങ്ങൾ മാത്രമേ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കൂ. എന്നാൽ എല്ലാത്തരം ഫയലുകളും നമുക്ക് റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്തതായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ റൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാണുന്ന പോർഷനൊന്നും, ഇത്രയും പോർഷൻ നമുക്ക് ആ ഫോണിൽ കാണിക്കില്ല. ഇവിടെ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ഫോട്ടോകൾ നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തവയെ സ്കാൻ ചെയ്ത് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ ഏത് ഫോൾഡറിലെ അല്ലെങ്കിൽ ഏത് മെമ്മറിയിലെ ഡിലീറ്റ് ചെയ്ത ഫയലുകളാണോ നിങ്ങൾക്ക് റിക്കവർ ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇതിനകത്ത് ഇപ്പോൾ മെമ്മറി കാർഡ് ഈ ഫോണിൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഇല്ല. ഈ ആദ്യം കാണുന്ന 2.2 GB എന്ന് കാണിക്കുന്നത് ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി തന്നെയാണ്. നിങ്ങളുടെ ഫോണിൽ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ആ ഓപ്ഷനും ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഇൻറ്റേർണൽ മെമ്മറി മാത്രമേ ഉള്ളൂ. ഓർക്കുക, നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇത്രയും പോർഷൻ കാണിക്കില്ല. നേരെ മറിച്ച് ഇവിടെ സ്റ്റാർട്ട് ബേസിക് ഫോട്ടോ സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമേ കാണിക്കൂ. അതായത് നിങ്ങളുടെ ഫോണിലെ ചിത്രങ്ങൾ മാത്രമേ അത്തരത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റൂ. റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ ഏത് ഫയലും നമുക്ക് ഇതുപോലെ റിക്കവർ ചെയ്യാം. ഇതിപ്പോൾ റൂട്ട് ചെയ്ത ഫോണാണ്. അപ്പോൾ ഞാൻ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റിക്കവർ ചെയ്യേണ്ടുന്ന ഫയൽ ടൈപ്പ്, ഇപ്പം നമുക്ക് പിക്ചറാണ് നമുക്ക് റിക്കവർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ JPG എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. പിക്ചറുകൾ മാത്രം സ്കാൻ ചെയ്യും. ഇനി വീഡിയോ ഫയൽസ് ആണ് നമുക്ക് റിക്കവർ ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ MP4 എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ മതി. അതുപോലെ പല ടൈപ്പ് ഫയലുകൾ, ഇപ്പോൾ PNG ഫയൽ അത് ചിത്രം ഫയലുകളാണ്. MP3 എന്ന് പറയുന്നത് സോങ്സ് ആണ്. അങ്ങനെ പല ടൈപ്പ് ഫയലുകൾ, ഇവിടെ കാണുന്ന പല ടൈപ്പ് ഫയലുകൾ, ഏത് ടൈപ്പ് ഫയലാണോ നിങ്ങൾ റിക്കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തെ ചിത്രങ്ങൾ മാത്രമാണ് എനിക്ക് റിക്കവർ ചെയ്യേണ്ടെങ്കിൽ, നേരത്തെ ഡിലീറ്റ് ചെയ്ത ചിത്രങ്ങളാണ് റിക്കവർ ചെയ്യേണ്ടെങ്കിൽ ഇവിടെ JPG എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാം. ഓർക്കുക, ചിത്രങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. JPG ഉണ്ട്, GIF ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. JPG എക്സ്റ്റൻഷനുള്ള ചിത്രങ്ങളാണെങ്കിൽ JPG എന്നുള്ള ഓപ്ഷൻ കൊടുത്തുകൊണ്ട് OK കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴെ സ്കാനിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അത് കുറച്ച് സാധാരണ ടൈം എടുക്കും ഇതൊന്ന് സ്കാൻ ചെയ്ത് കംപ്ലീറ്റ് ആവാൻ. ഇപ്പോൾ ഏകദേശം 37% സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റായ ചിത്രങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ ഉൾപ്പെടെ ഏത് ടൈപ്പ് ഫയലുകളും നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഓർക്കുക, ഫോൺ റൂട്ട് ചെയ്താണെങ്കിൽ മാത്രമേ മറ്റ് ഫയലുകളെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കൂ. റൂട്ട് ചെയ്യാത്ത ഫോണാണെങ്കിൽ ചിത്രങ്ങൾ മാത്രമേ റിക്കവർ ചെയ്യാൻ സാധിക്കൂ. ഇനി അതിനുശേഷം നമുക്ക് ഇത്തരത്തിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഒരു ചിത്രത്തെ റിക്കവർ ചെയ്യാനായി ആ പർട്ടിക്കുലർ ചിത്രം നമ്മൾ ഇതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ റിക്കവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ സേവ് ദ ഫയൽസ് ടു എ കസ്റ്റം ലൊക്കേഷൻ ഓൺ യുവർ ഡിവൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് നമുക്ക് ഈ ഫയലുകളെ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരത്തിൽ റിക്കവർ ചെയ്യേണ്ടുന്ന ഫയൽ ഏത് ഫോൾഡറിലേക്കാണ് റിക്കവർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് റിക്കവർ ചെയ്യാൻ സെലക്ട് ചെയ്തതിന് ശേഷം OK കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫയൽ സിസ്റ്റം ഏതൊക്കെയാണെന്ന് കാണുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, ഇപ്പോൾ സാംസങ് ഫോണാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മൈ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫയൽ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപയോഗിച്ച് നമ്മുടെ ഫോണിലെ ഫയലുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ റിക്കവർ ചെയ്ത ഫയൽ നമുക്കിവിടെ കാണാം. ഈ ഫയലാണ് ഞാനിപ്പോൾ റിക്കവർ ചെയ്തത്. അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഈ ഒരു ഫയലാണ് നേരത്തെ ഞാൻ ഡിലീറ്റ് ചെയ്തത്, ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ റിക്കവർ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്നും നേരത്തെ ഡിലീറ്റ് ആയ ആപ്ലിക്കേഷനുകൾ നമുക്കിതുപോലെ റിക്കവർ ചെയ്യാം. ഓർക്കുക, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 2 ആപ്ലിക്കേഷനാണ് പരിചയപ്പെട്ടത്. ഒന്ന് ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും രണ്ടാമത് പരിചയപ്പെട്ടത് ഡിസ്ക് ഡിഗർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനും. ഇതിൻ്റെ പ്രധാന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഡംസ്റ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നാൽ പിന്നീട് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയലുകളെ നമുക്ക് ഡംസ്റ്ററിൽ നിന്നും, അബദ്ധത്തിൽ നമ്മൾ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ ഡംസ്റ്ററിൽ നിന്നും റീസ്റ്റോർ ചെയ്യാം. എന്നാൽ ഡംസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളെ ഡംസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് റീസ്റ്റോർ ചെയ്യാനാവില്ല. എന്നാൽ ഡിസ്ക് ഡിഗർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഫയലുകളെ പോലും നമുക്ക് റിക്കവർ ചെയ്യാം. അപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, ഫോൺ റൂട്ട് ചെയ്ത ഫോണാണെങ്കിൽ മാത്രമേ ഡിസ്ക് ഡിഗർ ഉപയോഗിച്ച് എല്ലാത്തരം ഫയലുകളെയും റിക്കവർ ചെയ്യാൻ സാധിക്കൂ. റൂട്ട് ചെയ്യാത്ത ഫോണാണെങ്കിൽ ഡിസ്ക് ഡിഗർ ഉപയോഗിച്ച് ചിത്രങ്ങൾ മാത്രം റിക്കവർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് ആ സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി.